നമസ്കാരം, ഞാൻ ഡോക്ടർ ചൈതന്യ. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനാചരണമാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. 1989 മുതൽ ജൂൺ 26 എല്ലാ വർഷവും ഈ ദിനം ആചരിച്ചു വരുന്നു. മയക്കുമരുന്ന് ഉപയോഗവും അതിൻ്റെ വ്യാപാരത്തിനും എതിരെ അവബോധമുണ്ടാക്കുന്നതിനാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത്. ലഹരി ആസക്തി ഒരു മസ്തിഷ്ക വൈകല്യമായി കണക്കാക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ അത് വളരെയധികം ബാധിക്കും. ലഹരിയുടെ സ്വഭാവഘട്ടങ്ങൾ 4 പരീക്ഷണം, പതിവുപയോഗം, ആശ്രിതത്വം, ആസക്തി. സാധാരണയായി കാണുന്ന ലഹരി പദാർത്ഥങ്ങൾ വീഞ്ഞ്, ബിയർ, വിസ്കി, ബ്രാൻഡി, കള്ള്, വോഡ്ക തുടങ്ങിയ മദ്യം, സിഗരറ്റ്, ബീഡി, ഹുക്ക, പാൻ മസാല തുടങ്ങിയ പുകയില, നെയിൽ, ഷൂ പോളിഷ്, വൈറ്റ്നർ, തിന്നർ, പെട്രോൾ, മണ്ണെണ്ണ, വാർണിഷ്, വൈറ്റ്നർ തുടങ്ങിയ ഇൻഹേലന്റുകൾ, LSD, MDMA, മാജിക് മഷ്റൂം, മെസ്കാലിൻ തുടങ്ങിയ ഹാലുസിനോജനുകൾ, കെയ്ൻ, ആംഫെറ്റമൈൻ തുടങ്ങിയ സ്റ്റിമുലന്റുകൾ, കഞ്ചാവ്, മരിജുവാന, ചാരസ്, ഹാഷിഷ് തുടങ്ങിയ കനാബിനോയിഡ്സുകൾ. കുട്ടികളിലെ ലഹരി ഉപയോഗം കണ്ടുപിടിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. പല ലക്ഷണങ്ങളും അടയാളങ്ങളും കൗമാരക്കാരിലെ സാധാരണ പെരുമാറ്റങ്ങളാണ്. കുട്ടികളിൽ ലഹരി ഉപയോഗം സംശയിക്കുന്നുവെങ്കിൽ നീ മദ്യപിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കുക. തെറ്റായി പോകുമോ എന്ന് ഭയന്ന് അതിന് ശ്രമിക്കാതിരിക്കരുത്. ഇനി കുട്ടികളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ നോക്കാം. മാനസികാവസ്ഥയിലും വ്യക്തിത്വത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ: വാദം, ശത്രുത, കോപം, നിസ്സഹകരണം, മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കൽ, കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട്, ഉള്ള ഹാബിറ്റ്സ്, ഹോബീസ് എന്നിവയിൽ താല്പര്യം കുറയുക, ഭക്ഷണം എന്നിവ കുറയുക, ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവുക, പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കം ആകുക, ബാഗിലോ ആവശ്യത്തിൽ കൂടുതൽ പണം കാണുക, ഇടയ്ക്കിടയ്ക്കുള്ള അസുഖങ്ങൾ, വിരലുകളിലോ ചുണ്ടുകളിലോ പൊള്ളലുകൾ കാണുക. ലക്ഷണങ്ങൾ കണ്ടാൽ വിദഗ്ധ സഹായം ഉടനെ തന്നെ തേടുക. വീട്ടിലേക്ക് വരുമ്പോൾ അവരുമായി മുഖാമുഖം സംസാരിക്കുക. കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ തടഞ്ഞു നിർത്തി ഊതിക്കുക, വസ്ത്രം മണച്ചുമുട്ടുക എന്നിവ ചെയ്യരുത്. സാവധാനം ചോദിച്ച് മനസ്സിലാക്കുക. തെറ്റുപറ്റുന്നത് മനുഷ്യ സഹജമാണെന്നും ആവർത്തിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഏത് പ്രതിസന്ധിയിലും രക്ഷിതാക്കൾ കൂടെയുണ്ടാകുമെന്ന ആത്മവിശ്വാസം കുട്ടിക്ക് നൽകുക. രക്ഷിതാക്കളിൽ ലഹരി ഉപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അവ ഒഴിവാക്കുക. കുട്ടികളെ മറ്റു കുട്ടികളുടെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. വിജയങ്ങളിൽ പോലും പ്രശംസിക്കുക. കുടുംബാന്തരീക്ഷം ഉറപ്പാക്കാൻ ശ്രമിക്കുക. വെറുതെ ഇരിക്കുവാൻ അനുവദിക്കാതെ കല, സ്പോർട്സ്, കൃഷി, സാഹിത്യം എന്നിവയിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടുക. ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ് ലഹരി ഉപയോഗം. നന്ദി.